അപ്പോൾ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു കപ്പിളാണ് നമ്മളെ കൂടെ ഉള്ളത്. 35 വർഷമായില്ലേ വില ചെയ്തിട്ടോ? 35 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? 40 വർഷം കഴിഞ്ഞില്ലേ? 40 വർഷം കഴിഞ്ഞ്. 40 വർഷത്തിലേടെ കല്യാണം കഴിഞ്ഞിട്ട് അതിൽ 35 വർഷമായിട്ട് ഇപ്പോൾ നോമ്പ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വില ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞപ്പോൾ ഒരു സകലകലാ വല്ലഭനാണ്. ഇപ്പോൾ കുറച്ച് ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എന്നാലും എൻ്റെ പ്രവൃത്തിയിലില്ല. ഇല്ല, എൻ്റെ പ്രവൃത്തിയിലൊന്നും വിഷയമല്ല, പ്രശ്നമല്ല. അമ്മ എന്ത് പറയണേ? എന്താ ഒന്നും ഉണ്ടാക്കണത്? എന്തൊരു സൈലൻറ്റ്? അമ്മ ഈ വർഷം നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ വർഷവും തുടർച്ചയായിട്ട് എടുത്തു. ഫാമിലിയൊക്കെ ഉണ്ട്, മക്കളെ എല്ലാവരും എടുക്കും വീട്ടിൽ, മക്കളും എല്ലാവരും പേരമക്കൾ, അതായത് പിന്നെ മരുമക്കളൊക്കെ അല്ലേ ഉണ്ട്. അവരൊക്കെ എടുത്ത് അവിടുന്ന് ഈ വർഷം നമ്മളെ കൂട്ടത്തിലില്ല. വേലത്തട്ടൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു ശാബ്ദങ്ങൾ ഡയാൽ സെൻറ്ററിൽ വെച്ച് ഒരു നോമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വേലയേട്ടൻ. എത്ര വർഷമായിട്ട് നോമ്പ് എടുക്കുന്നുണ്ട്? 35 വർഷമായിട്ട് കുടുംബസമേതം അല്ലേ? സമൂഹ നോമ്പുതുറ അന്നാണ് അവിടെ വെച്ചിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് പിന്നെ ഫാമിലിയൊക്കെ പിന്നെ എല്ലാവരും കൂടി വീഡിയോ നോമ്പ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളും പിന്നെ വേലായുധേട്ടൻ്റെ ഫാമിലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ മക്കളൊന്നും ഇവിടെ എല്ലാവരും പണിക്ക് പോയതാ. എത്ര മക്കൾ ശരിക്കും വേലായുധേട്ടൻ? 3 ആൺകുട്ടികൾ. ശരിക്കും ജോലി എന്താ? എനിക്ക് പൊതുപ്രവർത്തനം തന്നെ. ഇപ്പം 4 കൊല്ലമായിട്ട് പണിക്ക് പോകില്ല. ആർക്കും ആവശ്യമില്ല. ഇപ്പം ആരോഗ്യനില മോശമായതുകൊണ്ട് ഇപ്പോൾ ആർക്കും ആവശ്യമില്ല, പണിക്ക് പോകില്ല. അപ്പോൾ എന്നാലും ആദ്യം എന്ത് തൊഴിലിന് പോയി? എല്ലാ പണിക്കും പോയി, എല്ലാ പണിക്കും പോയി. ഇപ്പം കവർ എടുക്കുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ, ഉണ്ടാവും പോവുകയും ചെയ്യും. കവർ വിൽക്കാനോ? അതെ. അതെവിടെ? ഇവിടെ ചുറ്റുവട്ടത്തിലോ? ആഞ്ചിറക്കൽ പള്ളി, കരിപ്പൂര്. നമ്മൾ കൊണ്ടോട്ടിക്കടുത്ത് കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്തിനാ കേട്ടോ? ചാത്തമ്പിലാക്കൽ കൊടിയമ്പറമ്പ്. ചാത്തമ്പിലാക്കൽ കൊടിയമ്പറമ്പ്. പിന്നെ അതുപോലെ ട്രോമാ കെയറിലൊക്കെ വർക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും പോകും. അതിപ്പോൾ എന്തൊക്കെയാ ഒരു സാഹസികമായിട്ടുള്ള ഇതിനൊക്കെ പോകല്ലോ? എല്ലായിടത്തും പോയിട്ടുണ്ട്. വയനാട്ടിലെ പ്രശ്നത്തിന് അവിടെ പോയി. പിന്നെ ചുരൽമര ദുരന്തത്തിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡികൾ എടുക്കാനും മറ്റും കുറച്ചൊക്കെ എടുക്കും. അപ്പൊ അതിനൊക്കെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതോ ട്രോമാ കെയർ വഴി? വെള്ളത്തിൽ മുങ്ങിന് ഇപ്പം മുങ്ങണ്ടെന്ന് അറിയില്ല എല്ലാവരും. മുങ്ങാൻ ഇപ്പം ബോഡി വെള്ളത്തിനടി കിടക്കുകയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് പറയും ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്ത് ബോഡി കിടക്കുന്നുണ്ട് പറയും. കാണാൻ പറ്റും, അറിയാൻ പറ്റും. എനിക്കാണ്. അതെ. അങ്ങനെ ഒരുപാട് സിദ്ധികളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ചേച്ചിയെ കഴിഞ്ഞ 34 വർഷമായിട്ട് നോമ്പെടുത്തുകൊണ്ട് നിൽക്കുകയാണെന്നാണ്. എന്താ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്? നമ്മളൊക്കെ ഒരുപാട് ആളുകൾ പല പിന്നെ വീഡിയോസിലൊക്കെ പല സ്ഥലങ്ങളിലും കുറച്ച് വർഷങ്ങളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ 10 നോമ്പെടുത്തു അല്ലെങ്കിൽ 5 നോമ്പെടുത്തു എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളെ സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ. പക്ഷേ 35 വർഷമായിട്ട് തുടർച്ചയായിട്ട് പിന്നെ നോമ്പെടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. 10-15 വർഷമായിട്ടൊക്കെ നോമ്പെടുത്തവരൊക്കെ ഉണ്ട്. അന്ന് നമ്മളെ വീഡിയോയിൽ തന്നെ ഉണ്ട് ഒരു പിന്നെ മിനിമോൾ ചേച്ചി 16 വർഷമായിട്ട് നോമ്പെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ വർഷം പിന്നെ ചേച്ചിയുടെ പേരെന്തേനും? വള്ളി. ഈ പിന്നെ ആരോഗ്യപരമായിട്ട് കുറച്ച് മോശമാണെന്ന് തോന്നുന്നു അല്ലേ? എന്നെ സുഖമില്ലായ്മ എന്താണ് ഇപ്പോൾ ഉള്ളത്? പ്രായമായത് ഒരു ഉഷാറില്ല സത്യത്തിൽ. കാരണം നമ്മളോട് നോമ്പ് എടുത്തിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട് വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, വേലായുധേട്ടൻ്റെ ഭാര്യനെയും കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ തൽക്കാലം മനസ്സോടെ വന്നതാണ്. കാരണം ഈ വർഷം നോമ്പ് എടുത്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ വരായിരുന്നു, ആരോഗ്യപരമായിട്ട് വയ്യായിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇപ്പോൾ താമസമായിട്ട് കുറേ നമ്മുടെ നാട് തന്നെയാണിത്. കുറച്ച് മുന്നൊക്കെ എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ? അന്ന് നമ്മൾ നോമ്പെടുത്ത സമയത്താണ് ഇങ്ങനെ വേലായുധേട്ടനാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നൗഫലും പിന്നെ അതുപോലെ തന്നെ കല്യാണപുര സിദ്ദീഖ് ഭായിയൊക്കെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ സിദ്ദീഖ് ഭായിക്കാണ് ഇന്നിപ്പോൾ വിളിച്ചിട്ടുണ്ടായത്. ഇങ്ങനെ അയ്യപ്പേട്ടൻ്റെ നമ്പർ ഇട്ട് കോൺടാക്ട് ഇട്ട് വെച്ചപ്പോൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഇങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ വേലായുധേട്ടൻ ഒന്ന് വന്നോട്ടെ, വീഡിയോ ചെയ്തോട്ടെ നമ്മൾ കാണാൻ. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, പിന്നെ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നോമ്പ് എന്ന് പറയുമ്പം ഒരു മുസ്ലിം ആരാധന, മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ആരാധന മാത്രമായിട്ടല്ല. ശരിക്ക് നമ്മുടെയൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾക്കും നല്ലതാണെന്നാണ് നോമ്പിൻ്റെ ഒരു ഇത്. കാരണം ഒരു മാസത്തിലെ 15 മാസത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസത്തെ ഫാസ്റ്റിംഗ് ആകുമ്പോൾ ഒരുപാട് രാസമാറ്റങ്ങൾ സംഭവിക്കണം. അതുപോലെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ അസുഖത്തിനൊക്കെ പിന്നെ ശമനം കിട്ടുന്നതാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ട് ഒരു എന്താ പറയുക, നിങ്ങൾ സാറ്റിസ്ഫൈ ആണ് ശരിക്കും അല്ലേ? ഇപ്പോൾ നോമ്പിലാണ് ഉള്ളത് കേട്ടോ. ആൾ ടയേർഡാണ്, വൈകുന്നേരം അസ്ർ ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ, ഇനി കുറച്ച് സമയം കൂടി നോമ്പ് ഇറക്കാനുണ്ട്.
പിന്നെ ചേച്ചി എന്തേ ഒന്നും ഉണ്ടായിരിക്കണം പിന്നെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇപ്പം നോൽപ്പ് നോക്കുന്നത് ഭയങ്കര സങ്കടമുണ്ട്. ആ അതുകൊണ്ടാണ് സുഖമില്ലാത്തതുകൊണ്ടാണ് നോൽക്കാഞ്ഞത്. മരുന്ന് ഒഴിക്കണ്ടോ? ആ ആ 3 മക്കളും ജോലി തന്നെയാണോ? പിന്നെ എന്ത് പണിക്ക് പോകണം? രണ്ടാളും മീനിൻ്റെ പണിക്ക് വന്നിട്ടുണ്ട്. തിങ്കച്ചോത്ത് പണിക്കാൻ, ഒരാൾ ടൈൽസ് വർക്കിന്. ഈ നോമ്പെടുക്കാനുള്ളൊരു കാരണം ഒരു ഇത് വരുന്നത് ശരിക്കും കാരണം ഉണ്ടായത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി അവൻ്റെ വീടിൻ്റെ കുട്ടിക്കൽ പറയാൻ വേണ്ടി പോയതാണ്. പിള്ളേരാ അവിടെ പോയപ്പോൾ നോമ്പിനെ പോയത്. അവിടെ നിന്നിപ്പോൾ അവൻ്റെ പെങ്ങൾ വെച്ചു, ബാగా ചായ വേണ്ട വെച്ചു. വേണ്ട നോമ്പല്ലായിരുന്നു. നോമ്പാകുമ്പോൾ വേദന വെച്ച് വേട്ട നോമ്പാണായിരുന്നു. അവിടെ നിന്നിട്ട് വേദന നോമ്പാന്ന് ഒരു പക്ഷേ തമാശയിൽ പറഞ്ഞോ. അപ്പോൾ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം മുതൽ നോമ്പായി. 90 എടുക്കാൻ തുടങ്ങി. 90 അപ്പോൾ അന്ന് ഇതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തുടക്കത്തിൽ ഉണ്ടാവും അല്ലേ? അന്ന് തന്നെ ആരോഗ്യമുള്ള സമയമാണ്. ഇപ്പം എത്ര വയസ്സായി ശരിക്കും? 66 വയസ്സായി. 66 വയസ്സായി. 2 ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ മരുന്നുകൊണ്ടൊക്കെ പോവാണ്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നാട്ടുകാർക്കൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയുക പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണ് നമ്മളെ വേലായുധേട്ടൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുക. കാരണം ഇത്രയും കാലമായിട്ടൊക്കെ നോമ്പെടുക്കുക അല്ലെങ്കിൽ ഒരു ഇതിനോടൊരു സൗഹാർദ്ദം കാണിക്കുക എന്നുള്ളതൊക്കെ അല്ലേ? ഞാൻ കുട്ടികളെ നീന്തം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. എങ്ങനെ? ഇപ്പോഴും കുട്ടിയെ നീന്തം പഠിപ്പിക്കാൻ വെള്ളത്തിൽ മക്കളെ അല്ല പൊതുപ്രവർത്തനമായിട്ട് നീന്തൽ പരിശീലനമായിട്ട് പരിശീലനം കൊടുക്കാൻ പോകുന്നു. പാലക്കാട് പോകുന്നു. അതെ, പാലക്കാട് പട്ടാമ്പി അങ്ങനെ തിരുത്താല വൈക്കം. ഈ ട്രോമാ കെയറിന്റെ അനുഭവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. സൈക്കിളിന് പറ്റുന്നത് നമ്മൾ സഹിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വയനാട്ടിൽ പോയ സ്ഥലത്തൊക്കെ മൃഗങ്ങളുള്ള സ്ഥലത്തേക്ക് പോകുന്നത് കാട്ടുകൂടെ. അവിടെയൊക്കെ നമ്മൾ പേടിച്ചു തന്നെ പോകണം. എന്നാലും പുലി ഇറങ്ങുന്നുണ്ട്, പുലിയുണ്ട്. പക്ഷെ അവിടെ കൂടുതൽ സംഭവിച്ചു വെച്ചാൽ മരിച്ച ബോഡികളൊക്കെ മൃഗങ്ങൾ എടുത്തിട്ടുണ്ടായതാണ്. അതെ, ഇനി കിട്ടാനുള്ള ബോഡികളൊക്കെ തന്നെ മിക്ക ബോഡികളും മൃഗങ്ങൾ എടുത്തിട്ടുണ്ടായതാണ്, കൊണ്ടുപോയതാണ്. അതാണ് കാല് കൈയൊക്കെ കാണുന്നത് കിട്ടാൻ കാരണം. ഒരു ഭാഗങ്ങളും ഇല്ലാതൊക്കെ കാരണം അതാണ്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. ഏതായാലും കാണാൻ പറ്റിയില്ലേക്കുള്ള വളരെ സന്തോഷം. വള്ളി ചേച്ചി പിന്നെ വേറെന്താ പ്രത്യേകിച്ചൊന്നും പറയാനല്ലോ പ്രേക്ഷകരോട് അല്ലേ? ഏതായാലും പറഞ്ഞല്ലോ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. പിന്നെ അതുപോലെ നോമ്പിന് നിയ്യത്ത് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ? ആൾക്ക് പഠിച്ചു സങ്കല്പിക്കലാണ്. അല്ല ഞാൻ ചോദിക്കട്ടോ, ചിലരൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. കാരണം അത് പിന്നെ പഠിക്കാൻ പറ്റും. എത്രയും വർഷമായിട്ട് നോമ്പെടുക്കണ്ടെങ്കിൽ പിന്നെ അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടും നല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പേരെന്തേലും? മിനിമോള്. എത്ര വർഷമായിട്ട് നോമ്പെടുക്കേണ്ടത്? 2009 മുതൽ 2016 വർഷമായി ഏകദേശം അല്ലേ? കൊണ്ടോട്ടി എന്താണ് ഇപ്പോൾ സ്ഥാനം എന്ന് പറഞ്ഞത്? കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഓക്കെ 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 ഓക്കെ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഓക്കെ, താങ്ക്സ്.